2014 സെപ്റ്റംബറിലായിരുന്നു നാടിനെ ഞെട്ടിച്ച കൊലപാതകം. വീടിന്റെ ചായ്പിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മാളുവമ്മയെ അംബിക കഴുത്ത് ഞെരിച്ചും തലയണ കൊണ്ട് മുഖത്തമർത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്താൻ മൃതദേഹം ചായ്പിൽ കെട്ടിത്തൂക്കി. കേസിലെ 2-3 പ്രതികളായ അമ്മാളുവമ്മയുടെ മകൻ കമലാക്ഷൻ, ചെറുമകൻ ശരത് എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. അമ്മാളുവമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽപ്പന നടത്തി പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിയത് ചോദ്യം ചെയ്തതും വീട്ടിൽ നേരിടുന്ന പീഡനത്തിന്റെ കാര്യം അയൽവാസികളോട് പറഞ്ഞതിലുമുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമായത്. ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തൊരു കേസായിരുന്നു. അതായത് ഒരു വീട്ടിൻ്റെ അകത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ ശാസ്ത്രീയമായ പരിശോധനയിലൂടെയാണ് കേസ് തെളിയിച്ചത്. ഈ ഒന്നാം പ്രതിക്കെതിരെ ഉണ്ടായിരുന്നത് 302 വകുപ്പും 201 302 കൊലപാതകവും 201 പറഞ്ഞാൽ കൊലപാതകം തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ്. ആ 2 വകുപ്പിലുമാണ് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനായിരുന്ന ഡോക്ടർ എസ് ഗോപാലകൃഷ്ണ പിള്ളയാണ് പോസ്റ്റ്മോർട്ടം നടത്തി അമ്മാളുവമ്മയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിച്ചത്. ബേഡകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ആദൂർ ഇൻസ്പെക്ടറായിരുന്ന എ സതീഷ് കുമാറാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.